ഇന്ന് നമുക്ക് കുറച്ച് നെല്ലിക്ക ഉപ്പിലിട്ടാലോ? അപ്പോൾ വാ നമുക്ക് കുറച്ച് നെല്ലിക്ക ഉപ്പിലിടാം. ഞാനപ്പോൾ ആദ്യം അതൊന്ന് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ തുടച്ച് എടുത്തിട്ടുണ്ട്. നെല്ലിക്ക വെള്ളത്തോട് കൂടിയിട്ട് ഇടുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൂപ്പൽ പിടിക്കും, കേടാവാനൊക്കെ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഭയങ്കര ചവർപ്പ് ചൊവയായിരുന്നു. ഞാൻ ഓരോ കഷ്ണം എടുത്ത് കടിച്ചു നോക്കിയതും എൻ്റെ കിളി പാറി. പിന്നെ ചീത്തയായ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ് നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് വരഞ്ഞു കൊടുത്തു. കാരണം നമ്മൾ പച്ചമുളക് ഇടുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ എരിവും ഉപ്പും ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 2 പാത്രങ്ങളുണ്ടായിരുന്നത്, ഇത് നെയ്യിൻ്റെ ബോട്ടിലാണ് കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് തുടച്ച് വെള്ളമൊക്കെ കളഞ്ഞ് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നെല്ലിക്ക നിറച്ച് കൊടുക്കാം. നെല്ലിക്ക ഒരു ബോട്ടിലായിട്ട് തികയില്ല എന്ന് എനിക്ക് തോന്നിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ ഒരു ബോട്ടിലും കൂടി കഴുകിയെടുത്തത്. ഓരോ പച്ചമുളകേ ഇടുന്നുള്ളൂ, കാരണം അപ്പൂനും ശ്രീക്കും അതിൻ്റെ എരിവത്ര ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് ഒരു കൺസിഡറേഷനായിട്ട് ഞാൻ ഒരു പച്ചമുളകേ ഇട്ടിട്ടുള്ളൂ. പക്ഷേ എനിക്കും അമ്മയ്ക്കും നല്ല എരിവ് വേണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു പച്ചമുളകും കീറിയിട്ടു, നെല്ലിക്കയും കഴുകി നമ്മൾ ഈ ബോട്ടിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എനിക്ക് നെല്ലിക്ക ഉപ്പിലിട്ടത്, മാങ്ങ ഉപ്പിലിട്ടത്, അങ്ങനെയുള്ള ഉപ്പിലിട്ട ഐറ്റംസൊക്കെ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. പെട്ടെന്ന് തന്നെ തീരും. എനിക്ക് പേരയ്ക്ക ഒക്കെ ഉപ്പിലിടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ തിളപ്പിച്ചാറിയ വെള്ളം നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന്ന് സെറ്റായി വരാൻ കുറച്ച് ദിവസം എടുക്കുമായിരിക്കും. എന്തായാലും നമ്മൾ ഉപ്പിലിട്ട് സെറ്റായി. ഇത് തിന്നാൻ നേരത്തെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, തെറ്റാ.